ഹലോ നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചത്തെ വീഡിയോയ്ക്ക് നല്ലൊരു പ്രത്യേകത ഉണ്ട്. ഞാൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും മനോഹരമായ ദ്വീപുകളിൽ ഒന്നായ മാൽദീവ്സിലെ റിസോർട്ടിലിരുന്ന് ഒരു കാഷ്വൽ ഷർട്ടൊക്കെ ഇട്ടിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ സാധാരണ ശരിക്കും പറഞ്ഞാൽ ഓഫീസ് എൻവയോൺമെൻറ്റിലൊക്കെയാണ് നമ്മൾ സംസാരിക്കാറുള്ളത്. ഇപ്രാവശ്യം വേറൊരു വൈബാണ് പിള്ളേർ പറയുന്ന പോലെ. എനിവേസ്, നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സെയിൽസ് ടീമിനെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രോബ്ലംസ് ആണ് ബേസിക്കലി. അതായത് നമ്മൾ എല്ലാ ബിസിനസ്സുകാർക്കും ഒരു സെയിൽസ് ടീം ഉണ്ടാവും. നമുക്ക് ഒരുപാട് ലീഡ്സ് വരുന്നുണ്ടാവും. അപ്പോൾ ഈ ലീഡ്സ് ക്ലോസ് ചെയ്യണമെങ്കിൽ ഫോളോ അപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ഈ ഫോളോ അപ്പ് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഈ ഫോളോ അപ്പ് എങ്ങനെയാണ്, നമ്മളെല്ലാവരും എന്താ പറയുക സെയിൽസ് ടീമിനോട്, ഫോളോ അപ്പ് എന്ന് പറയും. ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഫോളോ അപ്പ് ചെയ്യണം, എപ്പോഴാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത്, എപ്പോൾ ഫോളോ അപ്പ് നമ്മൾ അവസാനിപ്പിക്കണം. കാരണം എന്താ വെച്ചാൽ ഈ സെയിൽസ് ടീമിന് പേ ചെയ്യുന്നത് നമ്മളാണ്. അപ്പം കറക്റ്റായിട്ട് ഫോളോ അപ്പ് സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ ഒരു അൺവാണ്ടഡ് ലീഡിൻ്റെ പുറത്ത് വെറുതെ കിടന്ന് സമയം വേസ്റ്റ് ചെയ്താൽ അതും നമ്മുടെ ബിസിനസ്സിന് ഭയങ്കര ലോസാണ്. അപ്പം നമ്മൾ ഈ ഫോളോ അപ്പ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ല. പലപ്പോഴും പല സെയിൽസ് ടീമിനും കറക്റ്റായിട്ടൊരു പിക്ചർ ഉണ്ടാവില്ല, അവർക്കൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇതിനൊരു തിയറി ഉണ്ട്, ട്രിപ്പിൾ ചാനൽ ട്രിപ്പിൾ ടച്ച് തിയറി എന്നൊക്കെ പറഞ്ഞിട്ട് തിയറി ഒക്കെ ഉണ്ട്. ഈ പേര് സായിപ്പിട്ടതാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ പേര് കേട്ടിട്ട് ഇതിൻ്റെ കോംപ്ലക്സിറ്റി ഇതെന്തോ വലിയ സംഭവമാണെന്നൊന്നും വിചാരിക്കേണ്ട. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് അവർ കറക്റ്റ് ഒരു ഫോർമാറ്റ് ആക്കി അല്ലെങ്കിൽ അതൊരു കറക്റ്റ് റിഫൈൻഡ് ആക്കിയിട്ടാണ് അവർ പറയുന്നത്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ നമുക്കൊരു ക്വാളിഫൈഡ് ലീഡ്, ഈ ക്വാളിഫൈഡ് ലീഡ് എന്താണ് എന്നുള്ളത് നമ്മളിത് വേറൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഞാൻ തൽക്കാലം ക്വാളിഫൈഡ് ലീഡ് എന്ന് മാത്രം പറഞ്ഞു പോവാണ്. ഒരു ക്വാളിഫൈഡ് ലീഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഒരു മിനിമം ഒരു 13, ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഒരു 7 മുതൽ ഒരു 13 ടച്ച് പോയിന്റ് എങ്കിലും നമ്മളെ ബ്രാൻഡുമായിട്ട് ആ ലീഡ് എക്സ്പോസ്ഡ് ആവുമ്പോൾ മാത്രമാണ് നമ്മുടെ ബ്രാൻഡിൻ്റെ എന്തെങ്കിലും ഒരു കോണ്ടന്റ്, അത് പരസ്യമാവാം, നമ്മളെ വീഡിയോസ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ ബിൽ ബോർഡ് ആവാം, അങ്ങനെ എന്തെങ്കിലും ഒരു കോണ്ടന്റുമായിട്ട് ഇത് എക്സ്പോസ്ഡ് ആയാൽ മാത്രമാണ് നമ്മുടെ കസ്റ്റമർ അല്ലെങ്കിൽ ഈ ക്വാളിഫൈഡ് ലീഡ് എക്സ്പോസ്ഡ് ആയാൽ മാത്രമാണ് ഇതിന് കൺവേർഷന് ഒരു സാധ്യതയുള്ളൂ. അപ്പോൾ 7 മുതൽ 13 പ്രാവശ്യം നമ്മൾ ഫോളോ ചെയ്യണമല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡ് അവരുടെ മുമ്പിൽ വിസിബിൾ ആവണം. ഇത് നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഇപ്പം എപ്പോഴും നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുക ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. നമ്മൾ ഇപ്പോൾ ഈ സമയത്ത് ഞാൻ മാൽദീവ്സിൽ ഫാമിലി ആയിട്ടൊരു വെക്കേഷൻ വന്നിരിക്കുകയാണ്. പൊങ്ങച്ചൻ പറഞ്ഞല്ല കേട്ടോ, ഈ സമയത്ത് എന്നെ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഞാൻ വേറൊരു മൂഡിലായിരിക്കുന്നത്. ഇത് അത്ര കറക്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതേപോലെ വിളിക്കൽ മാത്രമല്ല, ഒരു കോണ്ടന്റ് കൺസ്യൂം ചെയ്യാൻ ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊരു ക്വാളിഫൈഡ് ലീഡ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, ഇത് നമ്മളൊരു B2B ബിസിനസ്സിന് അല്ലെങ്കിൽ ഒരു ഹൈ ഇൻവോൾവ്മെന്റ് പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ കുറച്ച് വാല്യൂ കൂടുതലുള്ള, കസ്റ്റമർ ഒരുപാട് സമയമെടുത്ത് ആലോചിച്ചൊക്കെ വാങ്ങുന്ന ഒരു ബിസിനസ്സിനാണ് കേട്ടോ ഈ തിയറി കുറച്ചുകൂടെ കറക്റ്റ് ആവാൻ പോണത്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഒരു ക്വാളിഫൈഡ് ലീഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലീഡ് 3 ദിവസം എങ്കിലും കഴിയാതെ നമ്മൾ ഫോളോ ചെയ്യരുത് എന്നുള്ളതാണ്. ഓക്കെ, ഇന്ന് ഒരു ലീഡ് കിട്ടി, നാളത്തെയും മറ്റന്നാളത്തെയും കഴിഞ്ഞ് നമ്മൾ 3ാമത്തെ ദിവസം മാത്രമാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടുള്ളൂ. അല്ലാണ്ട് ഇന്നൊരു ലീഡ് കിട്ടി നാളെ വീണ്ടും വിളിച്ച് മറ്റന്നാൾ വീണ്ടും വിളിച്ച് ഇങ്ങനെ ചെയ്യരുത്. ദയവേത് ഒരു 2-3 ദിവസം അവർക്ക് സമയം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവർ വിളിച്ചതിന് ശേഷം നമുക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് ഇല്ലെങ്കിൽ പിന്നെ വീണ്ടും നമ്മൾ വിളിക്കുകയല്ല ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ അവർക്ക് ഒരു കോണ്ടന്റ് അവർ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിനോട് പറയാം, അവർക്കനുസരിച്ചൊരു കോണ്ടന്റ് ഉണ്ടാക്കാൻ പറയാം. അവർ കൺസ്യൂം ചെയ്യണമെന്ന് നമുക്ക് തോന്നുന്നത്, അതായത് അവർ പോസിറ്റീവ്ലി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൺസ്യൂം ചെയ്യേണ്ട കോണ്ടന്റ് എന്താണെന്നുള്ളത് നമുക്ക് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിനോട് പറയാം. ഇപ്പോഴത്തെ കാലത്ത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഇഷ്ടം പോലെ ടൂൾസ് ഉണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന കാര്യമുള്ളൂ. അങ്ങനെ ഒരു കോണ്ടന്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അവർക്ക് വാട്സാപ്പിൽ അയച്ചു കൊടുക്കാം. അല്ലെങ്കിൽ അവരുടെ നമ്പർ നമുക്ക് സോഷ്യൽ മീഡിയ ടീമിന് കൊടുത്തിട്ട് അവരുടെ നമ്പർ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിൽ അകത്ത് ആഡ് ചെയ്യിപ്പിച്ചിട്ട് അങ്ങനെ നമുക്ക് അവരെ കോണ്ടന്റ് കാണിപ്പിക്കാം. ഇങ്ങനെയൊക്കെ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ചുരുങ്ങിയത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 13 പ്രാവശ്യമെങ്കിലും ഈ കോണ്ടന്റുകൾ അവർ പല രീതിയിൽ കൺസ്യൂം ചെയ്യണം. അതാണ് ട്രിപ്പിൾ ചാനൽ. ഒരു 3 ചാനലിലൂടെയെങ്കിലും, ഒന്ന് സോഷ്യൽ മീഡിയ ലീഡ് ആകാം, ഒന്ന് വാട്സാപ്പ് ആകാം, കോള് ഒരു രീതിയാണ്, അല്ലെങ്കിൽ പത്രത്തിലെ പരസ്യമാവാം. പത്രത്തിലെ പരസ്യം നമുക്കൊരു കൺട്രോൾ ഇല്ലാത്തൊരു കാര്യമാണ്. പക്ഷെ അങ്ങനെ മിനിമം ഒരു 3 ചാനൽ, ഇപ്പോൾ നമ്മൾ B2B ബിസിനസ് ആണെങ്കിൽ നമുക്ക് ലിങ്ക്ഡിൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു 3 ചാനലിലൂടെ എങ്കിലും നമ്മൾ മിനിമം നമ്മൾ എന്ത് ചെയ്യണം,
അവർക്ക് കോണ്ടന്റ് നമ്മുടെ ബ്രാൻഡുമായിട്ടുള്ള കോണ്ടന്റ് അവർ കാണണം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അല്ലാതെ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് വിളിച്ച് 13 പ്രാവശ്യം നമ്മൾ ടച്ച് പോയിന്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു 13 പ്രാവശ്യം നമ്മൾ ഇരുന്ന് വിളിച്ചത് കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ആ കസ്റ്റമർ വെറുത്ത് തെറ്റിപ്പോവുക എന്നല്ലാണ്ട് പ്രത്യേകിച്ചൊരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിനോട് നിങ്ങളുടെ ക്വാളിഫൈഡ് ലീഡ്സിനെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ സെയിൽസ് ടീമിനോട് പറയുന്ന സമയത്ത് നമ്മൾ പറയണം, ഇന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതിനൊരു തിയറി ഉണ്ടെന്നും ആ തിയറി പ്രകാരം ഇത് ഓരോ ബിസിനസ്സിനും ഓരോ രീതിയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡിഫറൻസ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനൊരു ജനറൽ ഇൻഷുറൻസ്, എൻ്റെ വണ്ടിയുടെ ഇൻഷുറൻസ് തീർന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ജനറൽ ഇൻഷുറൻസ് വിൽക്കുന്ന ഒരാളാണെങ്കിൽ എൻ്റെ ഇൻഷുറൻസ് ഇന്ന് രാത്രി തീരുവാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ നമ്പർ എവിടുന്നോ കിട്ടി, ക്വാളിഫൈഡ് ലീഡാണ്, ഞാനത് സമ്മതിച്ചു. നിങ്ങൾ ഉടനെ തന്നെ ഫോൺ എടുത്തിട്ട് ഇന്ന് എന്നെ വിളിച്ചു, എന്നെ കിട്ടിയില്ല, ഇനി 3 ദിവസം കഴിഞ്ഞിട്ട് ട്രിപ്പിൾ ചാനൽ തിയറിയിൽ അങ്ങനെ പറഞ്ഞേക്കണെന്ന് വിചാരിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞ് എന്നെ വിളിച്ചാൽ ഞാനിന്ന് രാത്രി ഇൻഷുറൻസ് ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സെയിൽസ് ക്ലോസ് ചെയ്യാന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് ഓരോ ബിസിനസ്സിന് ഓരോ ടൈപ്പാണ്. അത് ഈ ക്വാളിഫൈഡ് ലീഡിനെ കിട്ടി ആ ലീഡ് ഏത് സ്റ്റേജിലാണ് എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മുടെ ഫോളോ അപ്പിൻ്റെ രീതിയിൽ പ്ലാൻ ചെയ്യാൻ. ജനറലി സ്പീക്കിംഗ് നമുക്കൊരു ലീഡ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 13 പ്രാവശ്യമെങ്കിലും മിനിമം 7 to 13 എന്നുള്ളതാണ്. ഇപ്പോൾ പണ്ടത്തെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 to 6 ഇടയിൽ ഒരു വിസിബിൾ നമ്മുടെ പിന്നെ ബ്രാൻഡിനെ പറ്റിയിട്ടുള്ള കോണ്ടന്റ്സ് വിസിബിൾ ആയാൽ മതി, അല്ലെങ്കിൽ അവർ എക്സ്പോസ്ഡ് ആയാൽ മതി. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം മാർക്കറ്റിൽ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും ഭയങ്കര കോമ്പറ്റീഷനാണ്. അപ്പോൾ അതിന് നമ്മൾ കസ്റ്റമറും ഒരുപാട് ഓപ്ഷൻസ് തിരയുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ മിനിമം ഇത്രയെങ്കിലും സമയം നമ്മൾ ഇത്രയെങ്കിലും കോണ്ടന്റ്സ് പല ചാനലിലൂടെ അവർ കൺസ്യൂം ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം. നമുക്ക് അതിനൊരു നല്ലൊരു ടീം വേണം. ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കസ്റ്റമർ ഫോണിൽ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ അവർക്ക് പറ്റുന്നൊരു കോണ്ടന്റ് നമുക്ക് വാട്സാപ്പിൽ അയച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പല മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സെയിൽസ് ടീമിനെ വിളിച്ച് നിങ്ങൾ ഒരു പ്രോപ്പർ ഒരു ഫോളോ അപ്പ് സിസ്റ്റം ഉണ്ടാക്കണം. എങ്കിൽ മാത്രമാണ് സെയിൽസിൻ്റെ ക്ലോസിങ് സംഭവിക്കുള്ളൂ. ഒരു 13 കോണ്ടന്റ് എങ്കിലും ഒരു 13 പ്രാവശ്യമെങ്കിലും നമ്മൾ അവരെ കറക്റ്റായിട്ട് ടച്ച് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്യണതിൽ വലിയ അർത്ഥമല്ല. പിന്നീട് അവർ തിരിച്ചു വരികയാണെങ്കിൽ വരട്ടെ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഈ തിയറി പ്രകാരമാണെങ്കിൽ 3 ദിവസം × 13 എന്ന് പറഞ്ഞാൽ 39-40 ദിവസമായി. അപ്പോൾ ഒരാളെ നമ്മൾ അത്രയൊക്കെ ഫോളോ അപ്പ് ചെയ്താൽ മതി. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിനകത്തൊക്കെ അവർ ക്ലോസ് ചെയ്ത് കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. സുഹാദ് മുഹമ്മദ് സൈനിങ് ഓഫ് നൗ.